ലോകകപ്പിൽ റൗണ്ട് ഓഫ് 32 ലക്ഷ്യമിട്ട് ബ്രസീൽ ഇന്നിറങ്ങും. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ സ്കോട്ട്ലൻഡാണ് എതിരാളികൾ. സൂപ്പർ താരം നെയ്മാർ ജൂനിയർ നിർണായക മത്സരത്തിൽ ബ്രസീലിനായി കളത്തിലിറങ്ങിയേക്കും. ലോകകപ്പിൽ ഗ്രൂപ്പ് സിയിലെ അവസാന മത്സരത്തിനായി ബ്രസീൽ ഇറങ്ങുമ്പോൾ ആരാധകർ കാത്തിരിക്കുന്നത് അവരുടെ സുൽത്താന്റെ വരവിനായി. പരിക്കിനെ തുടർന്ന് ആദ്യ 2 മത്സരങ്ങളും നഷ്ടമായ സൂപ്പർ താരം നെയ്മാർ ജൂനിയർ പൂർണ്ണ ഫിറ്റ്നസ് വീണ്ടെടുത്തു കഴിഞ്ഞു. നിർണായക മത്സരത്തിൽ താരം ബ്രസീലിനായി കളത്തിലിറങ്ങിയേക്കും. വിനീഷ്യസ് ജൂനിയറും മത്തേയുസ് കുഞ്ഞയും നയിക്കുന്ന മുന്നേറ്റ നിരയിലേക്ക് നെയ്മാർ കൂടി എത്തുന്നതോടെ കാനറികളുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച കൂടും. 3 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നെയ്മാറിനെ വീണ്ടും ബ്രസീലിന്റെ മഞ്ഞക്കുപ്പായത്തിൽ കളത്തിലെത്തുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. അതേസമയം പരിക്കേറ്റ റഫീഞ്ഞ കളിക്കില്ല എന്നത് ബ്രസീലിന് തിരിച്ചടിയാണ്. കഴിഞ്ഞ മത്സരത്തിലെ വിജയ സംഘത്തിൽ നിന്ന് അധികം മാറ്റം വരുത്താൻ ആഞ്ചലോട്ടി തയ്യാറായേക്കില്ല. ആദ്യ മത്സരത്തിൽ തിളങ്ങാതിരുന്നവരെല്ലാം ഹെയ്ത്തിക്കെതിരെ മിന്നും പ്രകടനം നടത്തിയത് ആഞ്ചലോട്ടിക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. 2 മത്സരങ്ങളിലും വലകുലുക്കിയ വിനീഷ്യസ് ജൂനിയർ തന്നെയാണ് ഡോൺ കാർലോയുടെ കുന്തമുന. മറുവശത്ത് മൊറോക്കോയോട് കഴിഞ്ഞ മത്സരത്തിൽ 1 ഗോളിന് തോറ്റ സ്കോട്ട്ലാൻഡ് ബ്രസീലിനെതിരെ ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ബ്രസീലിന്റെ സാമ്പാത്താളങ്ങളെ പിടിച്ചുകെട്ടാൻ തയ്യാറായാണ് സ്കോട്ടിഷ് പട നിർണായക പോരിനിറങ്ങുന്നത്. നിലവിൽ 4 പോയിന്റുമായി ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്താണ് ബ്രസീൽ. ഒരു സമനില നേടിയാൽ പോലും ബ്രസീലിനെ അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാം. എന്നാൽ 3 പോയിന്റുള്ള സ്കോട്ട്ലാൻഡിനെ ചരിത്രത്തിൽ ആദ്യമായി നോക്കൌട്ടിൽ കടക്കാൻ ജയം അനിവാര്യമാണ്. ചരിത്രത്തിൽ ഇതുവരെ സ്കോട്ട്ലാൻഡിനോട് തോറ്റിട്ടില്ലെന്ന റെക്കോർഡും കാർലോ ആഞ്ചലോട്ടിയുടെ ബ്രസീലിനെ ആത്മവിശ്വാസം നൽകുന്നു. മയാമിയിലെ കനത്ത ചൂടിൽ യൂറോപ്യൻ കരുത്തിനെ ലാറ്റിൻ അമേരിക്കൻ തന്ത്രങ്ങൾ കൊണ്ട് പൂട്ടാൻ കാനറികൾ തയ്യാറെടുക്കുമ്പോൾ കായിക ലോകം ഉറ്റുനോക്കുന്നത് മറ്റൊരു ബ്രസീലിയൻ ഗോളടി മേളത്തിന്. വേൾഡ് കപ്പ് ഡെസ്ക് ന്യൂസ് മലയാളം.